ഞാൻ ഒരു ECG എടുക്കാനായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. നമുക്ക് എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ECG കണ്ടല്ലോ. ഏകദേശം അരമണിക്കൂറാണ് ഞാൻ ECG എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആശുപത്രിയിൽ ചെലവഴിച്ചത്. അതിന് വേണ്ടി പോയത് സമയവും വന്ന സമയം ഡ്രസ് ചെയ്ത് പോയ സമയം കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ ഏകദേശം എടുത്തു. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഏകദേശം ഞാൻ 1 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് നമുക്ക് ആശുപത്രി പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറോളം എടുത്തു. ഒരു എമർജൻസി സിറ്റുവേഷൻ വീട്ടിൽ വരുവാണെങ്കിൽ ഇതായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റും കൊണ്ട് ഇതെല്ലാം നടക്കുമായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. വേറെ 2-3 പേര് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വന്നു, തെർമോമീറ്റർ കോമൺ ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ BP അപ്പാരറ്റസ് കോമൺ ആയിട്ട് വന്നു. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ എടുത്ത് നമുക്ക് തന്നെ അതിന്റെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് നമുക്ക് വീട്ടിൽ തന്നെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിവൈസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ഇത്രയുള്ള ഒരു ഡിവൈസാണ്. അതിന് ആകെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ പരിചയപ്പെടുത്താൻ വേറെ ഒന്നുമില്ല. ഇത്രയും തന്നെ ഇതിൻ്റെ 2 സെൻസേഴ്സ് ഇതായിട്ട് നോക്കുന്നു. ഇതിൻ്റെ ബാക്കിലും ഒരു സെൻസറുണ്ട്. ഈ 3 സെൻസറും കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. നമ്മൾ ആശുപത്രിയിൽ എടുക്കുന്ന 12 ലീഡ് ECGക്ക് പകരാവില്ലെങ്കിലും ഈ ഒരു സാധനം നമുക്ക് 6 ലീഡ് ECG ആയിട്ടാണ് കണക്കാക്കുന്നത്. 95% ഹാർട്ടിന്റെ പ്രോബ്ലം നമുക്ക് ഇതിന് അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. US FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഡിവൈസ് വളരെ ഹാൻഡിയാണ്, വളരെ യൂസ്ഫുൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ സ്മാർട്ട് ഫോണിൽ കാർഡിയ എന്ന ഈ ആപ്പിലേക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹലോ താജസ് ഇതിന്റെ ഈ ആപ്പ് ഓപ്പൺ ആയി കിട്ടുമ്പോഴത്തേക്കും റെക്കോർഡ് യുവർ ECG എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക. ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് ഡിവൈസ് ഓക്കെ ആവും. ഈ ഡിവൈസിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യും, പയ്യെ ഒന്ന് തൊടുക. തൊട്ട് കഴിയുമ്പോഴത്തേക്കും ECG എടുക്കാനായിട്ട് ഈ ഡിവൈസ് പ്രിപ്പയർഡായി. വെറുതെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നു, വേറെ ഒരാളുടെ കയ്യിൽ വേണമെങ്കിൽ ഇത് വെക്കാം. ഈ സെൻസറിൽ നമ്മുടെ 2 തള്ളവിരലും വെച്ച് ബാക്കിലുള്ള സെൻസർ നമ്മുടെ കാലയിൽ മുട്ടിച്ചുകൊണ്ട് നമുക്ക് ECG സിമ്പിളായിട്ട് തുടങ്ങാം. ഇത് ഓൾറെഡി ECG എടുത്തു തുടങ്ങി. ഇതിൽ കാണുന്നത് 6 ലീഡ് ECG ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏത് മനുഷ്യന്റെയും ഏറ്റവും എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മതിയാവും. ഇതുകൊണ്ട് 30 സെക്കൻഡ് മാത്രമേ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കൃത്യം 30 സെക്കൻഡിൽ നിങ്ങളുടെ ECG ഏത് ലെവലിലാണ് കഴിഞ്ഞു ഏത് ആണെന്ന് അറിയും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിവിടെ നോർമൽ സൈനസ് റിതം എന്ന് തന്നെ എഴുതി ഇത് ECG നമ്മുടെ മൊബൈലിൽ തന്നെ ആപ്പ് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ടും പറഞ്ഞു തന്നു. ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്. ആ ഗ്രീൻ ലൈൻ യെല്ലോ ലൈൻ ആയാൽ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. റെഡ് ആണെങ്കിൽ അത് നിങ്ങൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണണം എന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും. ദൈവം സഹായിച്ച് എൻ്റെ നോർമൽ ആയതുകൊണ്ട് എനിക്ക് ഒരു ആശുപത്രി പോലും പോകേണ്ട ആവശ്യമില്ല. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഡിവൈസാണിത്. ഒരു വീട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഏത് എമർജൻസി സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. പുതിയ ഡിവൈസുകൾ ഇനിയും ഇതേപോലെയുള്ള ഉണ്ടാവും. അന്നേരം ഞാൻ കൂടുതൽ പരിചയപ്പെടും.